ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വീണ്ടും ഇടതുപക്ഷ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെന്നും ഒറ്റപ്പാലം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തന്നെ വിജയിപ്പിക്കുമെന്നും സംശയമില്ലെന്നും CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ്. വീണ്ടും ഇടതുപക്ഷ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെന്നും കേരളത്തിലെ പൊതു പൊളിറ്റിക്സ് സ്വീകരിച്ച ഒറ്റപ്പാലം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്നതിൽ സംശയമില്ലെന്നും CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ്. നിലവിലെ MLA നിരവധി ജനകീയ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നടത്തിയിരിക്കുന്നതെന്നും CPMന് അനുകൂലമായ സാഹചര്യമാണ് ഒറ്റപ്പാലത്ത് എന്നും UDF സ്ഥാനാർത്ഥി ആരെന്നതിൽ പ്രസക്തിയില്ല എന്നും കൃഷ്ണദാസ് വ്യക്തമാക്കി. നിലവിലുള്ള MLA ആണെങ്കിൽ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ജനകീയ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുകയും വികസന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ കേരളത്തിൻ്റെ പൊതുസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളതാണ്. അതല്ല വളരെ ജനകീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA എന്നുള്ള നിലയ്ക്ക് നിലവിലുള്ള MLA ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് പൊതുവിലുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര് എന്നത് ഒരു പ്രസക്തിയില്ല. അത് ആരായാലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ല എന്ന് തന്നെയാണ് പ്രത്യേകത. വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതുകൊണ്ട് അത് ഏത് സ്ഥാനാർത്ഥിയായാലും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും വലിയ വോട്ടിന് പരാജയപ്പെടും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം. UDF ഭരിക്കുന്ന കാലത്ത് LDF MLA ആയതുകൊണ്ട് മണ്ഡലത്തെ അവഗണിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നും LDF അധികാരത്തിൽ വന്നപ്പോഴാണ് ഒറ്റപ്പാലത്തിന്റെ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞത് എന്നും കൃഷ്ണദാസ് പറയുന്നു. ബൈറ്റ് നിലവിലെ MLA ഇടപെട്ടതുകൊണ്ട് ബൈപ്പാസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശങ്കകൾ ഒഴിവാക്കി നിലവിൽ അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നേരത്തെ ഇവിടെ MLA ഇടതുപക്ഷത്തിന്റെ MLA ഭരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ ആയിരുന്നു. അത്തരം ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ മണ്ഡലത്തെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നപ്പോൾ ഈ ബൈപ്പാസ് പോലുള്ള ഒറ്റപ്പാലത്തുകാരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതിയാണ് ബൈപ്പാസ്. ആ ബൈപ്പാസ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. ബൈപ്പാസ് ആരംഭിക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണം നിലനിർത്താനും സീറ്റ് വർദ്ധിപ്പിക്കാനും CPMന് ഒറ്റപ്പാലത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിനപ്പുറം വോട്ടിംഗ് ശതമാനവും ഭൂരിപക്ഷവും വർദ്ധിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. നിലവിലുള്ള എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ച് വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ വേറൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല. കാരണം വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പ്രതിഫലിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് എന്നതുകൊണ്ട് അതിൽ പ്രതിഫലിച്ചിട്ടില്ല. മാത്രമല്ല ഇത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ എതിരാളികൾ എന്ത് തന്നെ പറഞ്ഞാലും ജനങ്ങളുടെ ഇടയിൽ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇവിടുത്തെ MLA സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സംബന്ധിച്ചല്ല നല്ല മതിപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ മതിപ്പ്